പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിലെ എളിമ കൊണ്ട് നമ്മളെല്ലാവരും നിറയട്ടെ. ആമേൻ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഈ ഒരു ആശംസ വേറൊരു ആശംസയല്ല, ഈശോ പറഞ്ഞു തന്നൊരു പ്രാർത്ഥനയാണ്. അപ്പോൾ ഓരോ അഭിഷേക എപ്പിസോഡ് കാണുമ്പോഴും ഈ പ്രാർത്ഥന സമയത്ത് ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കണം. പരിശുദ്ധ വിമല ഹൃദയത്തിന് എന്നെ എൻ്റെ കുടുംബത്തെ സമർപ്പിക്കുന്നു, ഈശോയുടെ തിരുഹൃദയത്തിന് എന്നെ എൻ്റെ കുടുംബത്തെ സമർപ്പിക്കുന്നു എല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കണം. അല്ലാതെ അതൊരു ആമുഖം കഴിയട്ടെ പിന്നെ ടോക്ക് വരട്ടെ എന്ന് നോക്കിയിരിക്കരുത്. അത് പ്രധാനപ്പെട്ട ഈശോ പറഞ്ഞു തന്നൊരു കാര്യമാണ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയാ. ഹല്ലേലൂയാ. നിങ്ങളെല്ലാവരും അഭിഷേകാഗ്നി ശുശ്രൂഷയ്ക്ക് വേണ്ടി നല്ല ഉത്സാഹത്തോടെ ഓരോ ഞായറാഴ്ചയും ആകാൻ, അല്ലെങ്കിൽ പുനഃസംപ്രേഷണം ശാലോം TV-യിൽ തന്നെ വെള്ളിയാഴ്ച ഉള്ളത് കാണാനൊക്കെ നിങ്ങളെടുക്കുന്ന സ്റ്റെപ്പിന് ഓർത്ത് പ്രത്യേകം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. അവർക്ക് പറയാം ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ കർത്താവിനെ ആരാധിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിൽ വെളിപ്പെടുത്തിയിരുന്ന ചില കാര്യങ്ങളുണ്ട്. സങ്കീർത്തനങ്ങൾ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. സങ്കീർത്തനങ്ങളെല്ലാം നമ്മളെ പാടി പാടി പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ വലിയൊരു അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വരും. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ട് പാടി കർത്താവിനെ നമുക്ക് ആരാധിക്കാം. എഴുന്നേറ്റ് നിൽക്കാവോ? കുട്ടികളൊക്കെ വേഗം ചാടി എഴുന്നേറ്റ് എല്ലാവരും എഴുന്നേറ്റ് ഒറ്റ കൂട്ടായ്മയിൽ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഓ കർത്താവായ ദൈവമേ, സങ്കീർത്തന പുസ്തകത്തിൽ 4-ാമത്തെ സങ്കീർത്തനത്തിലെ വചനം ഞങ്ങൾ ഓർക്കുന്നു. ധാന്യത്തിന്റെയും വീര്യന്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായിരുന്നതിലേറെ ആനന്ദം ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ആനന്ദത്തോടെ ആഹ്ലാദത്തോടെ ഞങ്ങളങ്ങ് ആരാധിക്കുക. 18-ാം സങ്കീർത്തനം 1-ാം തിരുവചനം, എന്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ആഹ്ലാദചിത്തരായി സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ. കൈയടിച്ച് ശക്തി സങ്കേതമാം ഉന്നതനീശനെ പാടിപ്പുകഴ്ത്തിടുവിൻ. വലിയ ആഹ്ലാദത്തോടെ ആഹ്ലാദചിത്തരായി സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ. ശക്തി സങ്കേതമാം ഉന്നതനീശനെ പാടിപ്പുകഴ്ത്തിടുവിൻ. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, സങ്കീർത്തനത്തിന്റെ വചനങ്ങളെല്ലാം ഞങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അവിടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. കർത്താവേ, അവിടെ ഞങ്ങളെ സഹായിക്കും. 35-ാം സങ്കീർത്തനത്തിന്റെ വചനം കർത്താവ് ഇപ്പോൾ സമൂഹത്തിന് വേണ്ടി അയക്കുന്നു. കർത്താവിന്റെ നീതി സ്ഥാപിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നവൻ ആനന്ദത്തോടെ ആർപ്പ് വിളിക്കട്ടെ എന്നുള്ളതാണ് വചനം. ദൈവമേ, കർത്താവിന്റെ നീതി, കർത്താവിന്റെ ഹിതം, കർത്താവിന്റെ ഇഷ്ടം ഈ സമൂഹത്തിൽ നടക്കാൻ തക്കവിധം ഞങ്ങൾ ആഹ്ലാദത്തോടെ ആനന്ദത്തോടെ ആർപ്പ് വിളികളോടെ കർത്താവെ അങ്ങ് ആരാധിക്കുന്നു. തപ്പുകൾ കൊട്ടുവിൻ, കിന്നര വീണകൾ ഇമ്പമായി മീട്ടിടുവിൻ. തപ്പുകൾ കൊട്ടുവിൻ, കിന്നര വീണകൾ ഇമ്പമായി മീട്ടിടുവിൻ. ആർത്തുഘോഷിക്കുവിൻ, കാഹളം മുഴക്കുവിൻ, ആമോദമോടെ വാഴ്ത്തുവിൻ. ആർത്തുഘോഷിക്കുവിൻ, കാഹളം മുഴക്കുവിൻ, ആമോദമോടെ വാഴ്ത്തുവിൻ. കൈകൾ ഉയർത്തി ആഹ്ലാദചിത്തരായി സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ. ശക്തി സങ്കേതമാ ഉന്നതനീശനെ പാടി
പുകഴ്ത്തിടുവിൻ. ഓ കർത്താവേ, 22-ാം സങ്കീർത്തനത്തിന്റെ വചനം ഞങ്ങൾക്ക് തരുന്ന കർത്താവേ, ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. ഇസ്രായേലിൽ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. നാഥനെ വാഴ്ത്തുക, ഇസ്രായേൽ ഇന്നൊരു ചട്ടമാണോർത്തിടുവിൻ. നാഥനെ വാഴ്ത്തുക, ഇസ്രായേൽ ഇന്നൊരു ചട്ടമാണോർത്തിടുവിൻ. സ്തുതികളിൽ വാണിടും സർവശക്തനെ സദാ സ്തോത്രങ്ങളാൽ പുകഴ്ത്തുവിൻ. സ്തുതിയുടെ സിംഹാസനത്തിൽ സ്തുതികളിൽ വാണിടും സർവശക്തനെ സദാ സ്തോത്രങ്ങളാൽ പുകഴ്ത്തുവിൻ. കൈകൾ ഉയർത്തി ആഹ്ലാദചിത്തരായി സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ. ശക്തി സങ്കേതമാം ഉന്നതനീശനെ പാടിപ്പുകഴ്ത്തിടുവിൻ. പാടിപ്പുകഴ്ത്തിടുവിൻ. ഓ കർത്താവായ ദൈവമേ, കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുന്ന സമൂഹത്തിന്റെ മേൽ ദൈവത്തിന്റെ സത്യപ്രകടമായ ഓരോ സംഭവങ്ങളെ ഓർത്ത് ഞങ്ങളെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. ദൈവമേ, ഇസ്രായേൽ ജനം കർത്താവേ അങ്ങയെ വിളിച്ചപേക്ഷിച്ചപ്പോഴൊക്കെയും ആകാശം ചായച്ച് അങ്ങ് അടുത്തേക്ക് വന്ന ജനമാണല്ലോ. നിയമാവർത്തനം 4-ലെ വചനം ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും ദൈവം ഇത്രയും അടുത്തുള്ള വേദ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്. ഓ ദൈവമേ, ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നതാണ്. ചെറിയ കോട്ടയ്ക്ക് ചുറ്റും വലിയ സ്തുതി ഉയർത്തിയപ്പോൾ പ്രതിസന്ധികളും പ്രശ്നങ്ങളെയും കർത്താവ് ചുട്ടുചാമ്പലാക്കി. ദൈവമേ, അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ അപ്പസ്തോലന്മാർ ഇതുപോലെ സ്തുതിച്ച് ആരാധിച്ചപ്പോൾ അവരുടെ പ്രതിസന്ധികളെല്ലാം ചാടി മറികടന്നല്ലോ കർത്താവ്. 18-ാം സങ്കീർത്തനത്തിന്റെ വചനം ഞങ്ങൾ ഓർക്കുന്നു. 29-20 ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, ഓ കർത്താവേ, എന്റെ ദൈവത്തിന്റെ സഹായത്താൽ ഈ കോട്ട ഞാൻ ചാടിക്കടക്കും. എന്റെ ദൈവത്തിന്റെ സഹായത്താൽ ഈ കോട്ട ഞാൻ ചാടിക്കടക്കും. ദൈവമേ, സങ്കീർത്തനോട് ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, നാളുകളായി ചില പ്രത്യേക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു, ചില പ്രത്യേക പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു. കടബാധ്യത, നാളുകളായിട്ട് കടബാധ്യത ഒരു കോട്ടയാൽ കെട്ടപ്പെട്ട അവസ്ഥയാണ്. ദൈവമേ, അതിനെ മറികടക്കാൻ തക്കമെന്ന് ദൈവത്തിന്റെ ശക്തി ഇപ്പൊ കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കടബാധ്യതയുടെ കെട്ടുകൾ, സാമ്പത്തിക മേഖലകളിലുള്ള ബിസിനസ് മേഖലയിലുള്ള തകർച്ചയുടെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ കെട്ടുകൾ അഴിക്കുന്നു. പുതിയ പ്രാപിക്കട്ടെ. ഹല 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 ഹല. ഓ കർത്താവായ ദൈവമേ, ഭയം, നിരാശ, കുറ്റബോധം, ഇനി മുന്നോട്ട് പോകാൻ പറ്റിയല്ല, മരിക്കണമെന്നുള്ള ചിന്ത, ഇതുപോലെ കർത്താവേ മനസ്സവിടെ കഷ്ടപ്പെട്ടു പോയി, അടിമപ്പെട്ടു പോയി. ഓ കർത്താവേ, അവിടുത്തെ അങ്ങനെയുള്ള ഓരോ വ്യക്തികളെ ഇപ്പോൾ ആശീർവദിക്കുകയാണ്. കർത്താവേ, ഇസ്രായേൽ ജനം നഷ്ടധൈര്യരായി ഭയത്തോടെ ഇരുന്നപ്പോൾ, വിശ്വാസമുള്ളപ്പോൾ സ്തുതിച്ച് ആരാധിച്ചപ്പോൾ ദൈവശക്തി പ്രകടമായി. ഭയത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞ് ജനമുഴുവൻ വിടുതൽ പ്രാപിച്ചതുപോലെ ദൈവമേ, ഭയത്തിന്റെയും കുറ്റബോധത്തിന്റെയും നിരാശതയുടെയും ആത്മഹത്യയുടെയും എല്ലാ തരം ആധിപത്യങ്ങളും കുറ്റങ്ങളും വ്യക്തികളും യേശു നാമത്തിൽ ശാസിക്കുന്ന നിത്യാത്തിൽ നിബന്ധിക്കപ്പെടട്ടെ. യേശുവേ, ആരാധന ആരാധന ആരാധന. കർത്താവേ, കുഞ്ഞുങ്ങൾക്കുള്ള എല്ലാ തരത്തിലുള്ള രോഗപീഠങ്ങൾ, കുഞ്ഞുങ്ങൾക്കുള്ള എല്ലാ തരത്തിലുള്ള തടസ്സങ്ങൾ, ബാല്യകാലങ്ങൾ അനുഭവപ്പെടുന്ന എല്ലാ തരത്തിലുള്ള പീഡകൾ, കർത്താവേ, കുഞ്ഞുങ്ങളെ ഓർത്ത മാതാപിതാക്കന്മാർക്കുള്ള നൊമ്പരങ്ങൾ, സങ്കടങ്ങൾ എല്ലാം കാരണം കർത്താവേ, ദൈവമേ, സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവശക്തി പ്രകടമായ എത്രയും സംഭവങ്ങൾ കുഞ്ഞുങ്ങളെ ബാധിക്കുന്ന രോഗപീഠങ്ങളും തടസ്സങ്ങളും ബന്ധനങ്ങളും ആധിപത്യങ്ങളും ശാസിക്കുന്ന ബന്ധുക്കളും വിട്ടോഞ്ഞ് നിത്യാന്തിൽ നിബന്ധിക്കപ്പെടട്ടെ. ആരാധന ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന സ്വയ ആരാധന 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 സ്വയ ആരാധന യേശുവേ, ആരാധന സ്വയ ആരാധന. സ്തുതിക്കുന്ന Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം നിർബന്ധിക്കുമ്പോൾ സൂക്ഷിക്കുക. ഹല്ലേലൂയ. Hallelujah. പ്രിയമുള്ള സഹോദരങ്ങളെ,
ജീവിതത്തിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി നിർബന്ധം പിടിക്കുന്നവരാണ് നമ്മൾ. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും മറ്റുള്ളവരാൽ നിർബന്ധം സഹിക്കേണ്ടവരുമാണ് നമ്മൾ, നിർബന്ധിക്കപ്പെടുന്നവരുമാണ് നമ്മൾ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ കാര്യങ്ങളിൽ ഒരു നിതാന്ത ജാഗ്രത നമ്മുടെ ജീവിതത്തിൽ വളരെ നല്ലതാണ്. ഏത് ജീവിതാന്തസ്സപ്പെട്ട ആളാണെങ്കിലും നമ്മൾ ഓർക്കുക, ചെറുപ്പകാലത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നിർബന്ധം പിടിച്ചതും വാശി പിടിച്ചതും കരഞ്ഞതൊക്കെ ഓർക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരു തമാശ തോന്നും. ഞാൻ ഓർക്കാണ്, പണ്ട് വേളാങ്കണ്ണിക്ക് ഞാൻ ഒരു പള്ളിയിൽ നിന്ന് തീർത്ഥാടനമായിട്ട് പോയത് ഓർക്കാണ്. വളരെ ചെറിയ കുട്ടിയാണത്. അപ്പം എൻ്റെ അമ്മയുടെ കൂടെ പോയ കാര്യം ഞാൻ ഓർക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, വഴി സൈഡിൽ ഇന്നൊരു കൂളിംഗ് ഗ്ലാസ് വേണം, അതിനു വേണ്ടി വാശി പിടിച്ച് കരഞ്ഞതൊക്കെ ഞാൻ ഓർക്കുകയാണ്. അത് മേടിച്ച് തന്നില്ല എന്ന് തന്നെ എൻ്റെ ഓർമ്മ. അപ്പോൾ ഇന്നത്തെ ഓർക്കുമ്പോൾ എന്തിന് വെറുതെ അത് ഒരു കാര്യമില്ല, അത് വെറുതെ അങ്ങനെ ചെയ്യുന്നത് നല്ലതല്ല. അപ്പോൾ കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്യണം, അങ്ങനത്തെ കണ്ട ഗ്ലാസ് നമുക്ക് വെറുതെ ഒന്നും നല്ലതല്ല. അപ്പോൾ കാരണവന്മാർക്ക് ഇത് അറിയാം. അതുകൊണ്ടാണ് നമ്മൾ എത്ര നിർബന്ധിച്ചിട്ടും എത്ര കരച്ചിട്ടും എത്ര വാശി പിടിച്ചിട്ടും അതവർ ചെയ്തു തരാത്തത്. പക്ഷെ അന്ന് നമുക്ക് ഭയങ്കര സങ്കടമാണ്. പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയോ ബാലിശമായൊരു പ്രവൃത്തിയായിപ്പോയി. ഇതുപോലെ തന്നെ ബൈബിളിൽ ചില കാര്യങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. സാമുവേൽ പ്രവചനം 1-ാം പുസ്തകത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 4-5 തിരുവചനങ്ങൾ. ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ റാമായിൽ സാമുവേലിന്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടി. അവർ പറഞ്ഞു, അങ്ങ് വൃദ്ധനായി, പുത്രന്മാരാകട്ടെ അങ്ങയുടെ മാർഗം പിന്തുടരുന്നുമില്ല. അതുകൊണ്ട് മറ്റു ജനതകൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ ഞങ്ങൾക്കും നിയമിച്ചു തരിക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സാമുവേലിന്റെ അടുക്കൽ ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ വരുമ്പോൾ അതിൻ്റെ പുറകിൽ ജനമുണ്ട്. ആ ജനപ്രതിനിധികളായിട്ട് ചില ശ്രേഷ്ഠന്മാർ സാമുവേൽ ഒരുമിച്ച് കൂടിയിട്ട് പറയുന്നതിന് സന്നസ് നോക്കിയേ, അങ്ങ് വൃദ്ധരായി, ഇനിയിപ്പോൾ അങ്ങയെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഇത്രയും കാലം കൃത്യമായിട്ട് ഇസ്രായേലിനെ നയിച്ച സാമുവേലിൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ് പറയുന്ന സെൻറ്റൻസ് കേട്ടോ. ഇതേപോലെയൊക്കെ ചില സെൻറ്റൻസുകൾ കുടുംബത്തിലുണ്ടല്ലേ, പ്രായമൊക്കെ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. ഞാൻ പ്രിയപ്പെട്ട സഹോദരൻ പറയാം, അങ്ങയുടെ മക്കളൊട്ട് അങ്ങയുടെ ഭാഗത്തിൽ തുടരുന്നുമില്ല. അതുകൊണ്ട് അവർ പറഞ്ഞൊരു സെൻറ്റൻസ് നിങ്ങൾ ശ്രദ്ധിച്ചോ, മറ്റു ജനതകൾക്കുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു രാജാവിനെ വേണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്രായേലിൽ ഒരൊറ്റ രാജാവേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവാണ് രാജാവ്. എന്നിട്ട് അവർ പറയുക, ഞങ്ങൾക്ക് എൻ്റെ കർത്താവ് രാജാവായിരിക്കണ്ട. ശ്രദ്ധിക്കണം, ഈജിപ്തിൽ നിന്ന് അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽക്കാരെ തേനും പാലും ഒഴുകുന്ന നാട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് ആകാശത്തിൽ മേഘസ്തംഭത്തിലും അഗ്നിസ്തംഭത്തിലും വഴി നടത്തി, ചെങ്കടലും ജോർദാനും വിഭജിച്ച്, കാളപക്ഷിക്ക് കാളപക്ഷി, മന്നയ്ക്ക് മന്ന, വെള്ളത്തിന് വെള്ളം, ചോദിച്ചതെല്ലാം കൊടുത്ത് അതുപോലെ നയിച്ച ഒരു സ്ഥലത്ത് നിലയിൽ എത്തിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തോട് പറയുക, ഇനി ഞങ്ങൾക്ക് വേറെ ഒരു രാജാവ് വേണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സാമുവേലിനെ കേട്ട് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. എന്നോട് പറഞ്ഞത് പോട്ടെ, നമ്മുടെ വൃദ്ധനായ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞത് പോട്ടെ, ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞില്ല ഇവര്. സാമുവേൽ ദൈവസേന ഒരുപാട് സങ്കടത്തോടെ, സാമുവേൽ ഒട്ടും ഇഷ്ടപ്പെടില്ല, സങ്കടത്തോടെ കാര്യങ്ങൾ ദൈവത്തെ ധരിപ്പിച്ചു. അപ്പോൾ സാമുവേലിനെ ആശ്വസിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞു, നീ വിഷമിക്കണ്ട, അവരെനിക്കെതിരെയാണ് പറഞ്ഞിരിക്കുന്നത്. നീ വൃദ്ധനായെന്നൊക്കെ ഉള്ളത് ഒരു പൊടിയൊക്കെ ഇട്ടതാണ്, എനിക്കെതിരെ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും. അതാണ് 1 സാമുവേൽ 8-ാമത്തെ അധ്യായത്തിൽ 9-10 തിരുവചനങ്ങൾ. ഏതായാലും ശരി, ഇപ്പോൾ അതുകൊണ്ട് അവരെ അനുസരിക്കുക. എന്നാൽ അവരെ ഭരിക്കാനിരിക്കുന്ന രാജാക്കന്മാരുടെ രീതി സൂക്ഷ്മമായി വിവരിച്ച് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. രാജാവിനെ ആവശ്യപ്പെട്ടവരോട് കർത്താവിൻ്റെ വാക്ക് സാമുവേൽ അറിയിച്ചു. ദൈവം പറഞ്ഞു, ഓക്കെ, രാജാവിനെ കൊടുത്തോ, അവർ ചോദിച്ചതല്ലേ, അവരുടെ നിർബന്ധമല്ലേ, കൊടുത്തോ. പക്ഷേ അവരോട് ഇന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാം. ഇതാ ഈ രാജാവിനെ നിങ്ങൾ വാഴ്ച ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അക്കമിട്ട് കൃത്യമായിട്ട് അവരോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. സാമുവേല്
ഇടം വലം തിരിയാത്ത ആളാണ്. അതുകൊണ്ട് ദൈവം പറയുന്നത് പോലെ തന്നെ സാമുവേൽ ചെന്ന് ജനത്തെ അറിയിക്കുകയാണ്. അതാണ് തുടർന്നുള്ള വാക്കുകൾ. 1 സാമുവേൽ 8-ാമത്തെ അധ്യായത്തിൽ 11 മുതൽ 18 വരെയുള്ള തിരുലിഖങ്ങൾ. ജനത്തോട് സാമുവേൽ പറയാണ്, നിങ്ങളെ ഭരിക്കാനിരിക്കുന്ന രാജാവ് നിങ്ങളോട് ഇങ്ങനെ ചെയ്യും. 1, തൻ്റെ രഥത്തിൻ്റെ മുൻപിൽ ഓടാൻ തേരാളികളും അശ്വഭടന്മാരുമായി അവൻ നിങ്ങളുടെ പുത്രന്മാരെ നിയോഗിക്കും. കണ്ടോ, ഒരു സമയം കഴിയുമ്പോൾ രാജാവ് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ പുത്രന്മാരെ ആ പറയുന്ന തേരാളികളായിട്ട് അശ്വഭടന്മാരായിട്ട് ഇപ്പോൾ നിങ്ങൾ ഓമനിച്ച് വീട്ടിൽ ഓമനിച്ച് വളർത്തുന്ന മക്കള് ഒരു സമയം കഴിയുമ്പോൾ ഇങ്ങനെയായിട്ട് തീരും. ഓർമ്മയിലിരിക്കട്ടെ. തുറന്ന് പറയാണ്, 1000-ങ്ങളുടെയും 50-കളുടെയും അധിപന്മാരായി അവൻ അവരെ നിയമിക്കും. ഓരോ പടയാളികൾ ഗണങ്ങളിലേക്ക് നിയമിക്കും. തുറന്ന് പറയാണ്, ഉഴവുകാരും കൊയ്ത്തുകാരും ആയുധപ്പണിക്കാരും രഥോപകരണ നിർമ്മാതാക്കളുമായി അവരെ നിയമിക്കും. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ആ സമയമാകുമ്പോൾ തന്നെ രാജാവ് വന്നവരെ പിടിച്ചുകൊണ്ട് പോകും. പടയാളികളെ വിട്ട് പിടിക്കും. എന്നിട്ട് രാജാവിൻ്റെ കീഴിൽ ഉഴവുകാരും കൊയ്ത്തുകാരും ആയുധപ്പണിക്കാരും രഥനിർമ്മാതാക്കൾ വാളുണ്ടാക്കുന്നവരുമായിട്ട് നിയമിക്കും. നിങ്ങളുടെ പുത്രിമാരുടെ സ്ഥിതി എന്തായിരിക്കും എന്നറിയാവോ? നിങ്ങളുടെ പുത്രിമാരെ സുഗന്ധ തൈലക്കാരികളും പാചകക്കാരികളും അപ്പക്കാരികളും ആക്കും. വീട്ടിലിരിക്കേണ്ട പെൺകുട്ടികൾ കൊട്ടാരത്തിലിരിക്കും. നിങ്ങളുടെ വയലുകളിലും മുന്തിരിത്തോട്ടങ്ങളിലും ഒലിവ് തോട്ടങ്ങളിലും വെച്ച് ഏറ്റവും നല്ലത് അവൻ തൻ്റെ സേവകർക്ക് നൽകും. നിങ്ങൾ മുന്തിരിത്തോട്ടങ്ങൾ കഷ്ടപ്പെട്ട് ഒലിവ് തോട്ടങ്ങളെല്ലാം വെച്ച് പിടിപ്പിക്കും. പക്ഷേ നിങ്ങൾ അതിനകത്ത് കൊയ്യുകയല്ല, നിങ്ങൾ മുന്തിരി പിഴിയല്ല. അത് മുഴുവൻ രാജാവ് പിടിച്ചെടുത്തിട്ട് തനിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും. നിങ്ങളുടെ ധാന്യങ്ങളുടെയും മുന്തിരിയുടെയും ദശാംശം എടുത്ത് അവൻ തൻ്റെ കിങ്കരന്മാർക്കും ഭൃത്യന്മാർക്കും നൽകും. ഖജനാവിൽ പണമില്ല, അതുകൊണ്ട് ദശാംശം പിടിക്കാൻ വേണ്ടി തുടങ്ങും. എന്നിട്ടോ നിങ്ങൾ കഷ്ടപ്പെട്ട് ചോര നീരാക്കി വേർത്തൊലിച്ചുണ്ടാക്കുന്ന സംഗതികളൊക്കെ ഒരു സമയം കഴിയുമ്പോൾ അതൊക്കെ ബലമായിട്ട് വന്നങ്ങ് പിടിച്ചെടുത്തുകൊണ്ട് പോകും. എന്നിട്ട് കിങ്കരന്മാർക്ക് അലവൻസ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കും. നിങ്ങളുടെ ദാസന്മാരെയും ദാസികളെയും ഏറ്റവും നല്ല കന്നുകാലികളെയും കഴുതുകളെയും അവൻ തൻ്റെ ജോലിക്ക് നിയോഗിക്കും. അവൻ നിങ്ങളുടെ ആട്ടും പറ്റത്തിൻ്റെ ദശാംശം എടുക്കും. നിങ്ങൾ അവൻ്റെ അടിമകളായിട്ട് തീരും. എന്നിട്ട് പറയാണ്, നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന രാജാവ് നിമിത്തം അന്ന് നിങ്ങൾ വിലപിക്കും. എന്നാൽ ശ്രദ്ധിച്ചോ, അന്ന് കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഇതിൽ കൂടുതൽ എൻ്റെ സഹോദരങ്ങളെ മനസ്സിലാവുന്ന ഭാഷയിൽ എങ്ങനെ പറഞ്ഞു കൊടുക്കാന്ന് പറ അല്ലേ? എങ്ങനെ ഇതിൽ കൂടുതൽ പറഞ്ഞു കൊടുത്താ? രാജാവിനെ നിങ്ങൾ വാഴിച്ചാൽ ഇത് ഇങ്ങനെ ഇത്ര അപകടം ഉണ്ടാന്ന് പറഞ്ഞാൽ തലേ കയറണ്ടേ? എന്നെ പ്രിയപ്പെട്ട സഹോദരി, ഇതാണ് ഇപ്പോൾ കുടുംബത്തിലെ പല സ്ഥലത്തെ പറഞ്ഞു. എത്ര പറഞ്ഞാലും തലേ കയറിയല്ല. കാരണം തലയിൽ വേറൊന്ന് കയറ്റി വെച്ചിരിക്കുകയാണ്. 1 സാമുവേൽ 8-ാമത്തെ അധ്യായത്തിന്റെ 19-ാം തിരുവചനം. സാമുവേലിന്റെ വാക്കുകൾ ജനം അവഗണിച്ച് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് രാജാവിനെ കിട്ടണം, നീ കൂടുതലൊന്നും പറയാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ വിവരമില്ലാത്തവരൊന്നല്ല, ഞങ്ങൾ ബോധമില്ലാത്തവരൊന്നല്ല. ഞങ്ങൾ പറഞ്ഞങ്ങോട്ട് കേൾക്കുക, ഇത് ഞങ്ങളുടെ അഭിപ്രായമാണ്. ദൈവത്തോട് അങ്ങോട്ട് പറഞ്ഞാരേ. അവർക്ക് പറയാം ഹല്ലേലൂയ. അങ്ങനെ തന്നെയാണല്ലോ പറയുന്നത്. എനിക്ക് വിദ്യാഭ്യാസമായി, എനിക്ക് പഠനമായി, എന്നെ ഉപദേശിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടേച്ചാൽ മതി, ഇതിപ്പോൾ ഇങ്ങനെ നടന്നാൽ മതി. ഇതൊക്കെയാണല്ലോ പല സ്ഥലങ്ങളിലും പൊതുവായിട്ട് രഹസ്യമായും കേൾക്കുന്ന പല സെന്റൻസുകളും. പ്രൈസ് ദി ലോർഡ്. 1 സാമുവേൽ 8:20. അവര് പറഞ്ഞ റീസൺ എന്താണെന്നറിയോ? ഞങ്ങൾക്കും മറ്റു ജനതകളെ പോലെ ആകണം. ഇത് യാതൊരു ബേസും ഇല്ലാത്ത ഒരു സെന്റൻസ് ആണ്. ഞങ്ങൾക്കും മറ്റു ജനതകളെ പോലെ ആകണം. ഞങ്ങളുടെ രാജാവ് ഞങ്ങളെ ഭരിക്കുകയും നയിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പടകെട്ടുകയും ചെയ്യണം. കാരണം എന്താ? മറ്റ് രാജാക്കന്മാരെല്ലാം, മറ്റ് രാജ്യങ്ങൾക്കെല്ലാം രാജാക്കന്മാരുണ്ട്. അപ്പോൾ അവരെ നയിക്കാൻ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതുപോലെ വേണം. സത്യത്തിൽ എൻ്റെ സഹോദരങ്ങൾ, ഇത്രയും കാലം ദൈവ രാജാവായി ഇവരെ നയിച്ചതല്ലേ ഇവർ ഓർക്കുന്നുണ്ടോ? ഇവർ ഒരൊറ്റ യുദ്ധത്തിന് പോലും ജയിക്കാൻ കഴിവില്ലാത്തവരായിരുന്നു. പക്ഷെ അതുപോലെ ദൈവം നയിച്ചില്ലേ? ഞാൻ ഓർക്കാണ് ചില കുട്ടികളൊക്കെ പറഞ്ഞ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞാനൊരു ചെറുപ്പക്കാരോട് ചോദിച്ചു. അപ്പോൾ അവനൊരു കോഴ്സിന് പോകാൻ. ഞാൻ ചോദിച്ചു, നീ എന്തിനാ കോഴ്സിന് പോകണേ? എൻ്റെ കൂട്ടുകാരെല്ലാവരും അവിടെ പോയിരിക്കുന്നു, അതുകൊണ്ട് ഞാനും പോകുന്നു. വേറെ ഒരു ആർഗ്യുമെൻ്റും. ഇവൻ ആ കോഴ്സ് പഠിച്ചാണ്ട് യാതൊരു തരത്തിലുള്ള ലെവലും ഇല്ലാത്തൊരു പയ്യനാ. ഒരു സാധനം മേടിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരില്ലാതെ ഉപയോഗിക്കുന്നത്, വേറെ ഒരു റീസണും ഇല്ല. അത് എന്തൊരു അടിസ്ഥാനം അതിന് പറയുന്നത്? എൻ്റെ സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. മറ്റുള്ളവരെ പോലെ ആയി തീരാനുള്ള നിന്റെ ടെൻഡൻസി ഉണ്ടല്ലോ, അത് വചനവിരുദ്ധമാണ്.
മറ്റു ജനതകളെ പോലെ ആകാൻ വേണ്ടിയിട്ടല്ല കർത്താവ് മറ്റു ജനതകൾ നിന്നെ വേർതിരിച്ചത്. നീ വേർതിരിക്കപ്പെട്ട ജനമാണ്, മിശിഹായാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. അതുകൊണ്ട് കൂടിക്കലർന്ന് ഇടകലർന്ന് മറ്റുള്ളവരെ പോലെ ആകാൻ വേണ്ടിയിട്ടല്ല ദൈവം വേർതിരിച്ചത്. അങ്ങനെയാണ് പിന്നെ വേർതിരിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. യേശയ്യാ പ്രവചനത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 11-12 തിരുവചനങ്ങൾ, തൻ്റെ ശക്തമായ കരം എൻ്റെ മേൽ വെച്ചുകൊണ്ട് അവിടുന്ന് എന്നോട് അരുളി ചെയ്യുകയും ഈ ജനത്തിൻ്റെ മാർഗത്തിൽ ചരിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഈ ജനം സഖ്യമെന്ന് വിളിക്കുന്നതിനെ നിങ്ങൾ സഖ്യമായി കരുതുകയോ, ഈ ജനം ഭയപ്പെടുന്നതിനെ ഭയപ്പെടുകയോ ചെയ്യരുത്, പരിഭ്രമിക്കുകയും അരുത്. സൈന്യങ്ങളുടെ കർത്താവിനെ പരിശുദ്ധനായി കരുതുവിൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ശിരസിൽ കണ്ട് കരങ്ങൾ വെച്ചിട്ട് കാര്യം കണ്ട് പറയുകയാണ്. നോക്കിയോ, ഈ ചുറ്റുമുള്ള ആൾക്കാരെല്ലാം കാട്ടിക്കൂട്ടുന്ന പോലെ കാട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ടല്ല, കർത്താവിനാൽ മാമോദീസായാൽ നീ വേർതിരിക്കപ്പെട്ടത്, നീ മിശിഹ ഗാത്രത്തിന്റെ ഭാഗമായിരിക്കുന്നത്. ഈ ജനം സഞ്ചരിക്കുന്ന മാർഗത്തിലൂടെ എല്ലാവരും കാണിക്കുന്ന പോലെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, അങ്ങനെയുള്ള സഖ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. നീ പരിഭ്രമിക്കരുത്, നീ തകരുന്ന് വിചാരിക്കരുത്. ഇവരല്ലല്ലോ നിന്നെ താങ്ങിയത്, ദൈവമല്ലോ നിന്നെ താങ്ങിയത്. ഇതാണ് വചനം. പുതിയ നിയമത്തിലേക്ക് വരാം. റോമാലേഖനം 12-ാമത്തെ അധ്യായത്തിന്റെ 2-ാം തിരുവചനം. ലെറ്റർ റോമൻസ് ചാപ്റ്റർ 12:2. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. അതാണ് വചനം. ഒരുമിച്ച് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ജനക്കൂട്ടം ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മളെ നിർബന്ധിക്കും. അതുകൊണ്ട് ജനക്കൂട്ടത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങരുത്. ചുറ്റുമുള്ള എല്ലാവരും പറയുന്ന കാര്യങ്ങൾക്ക് വഴങ്ങി കൊടുക്കരുത്. അതാണ് വചനം. അങ്ങനെ വഴങ്ങിയാൽ വലിയ അപകടങ്ങൾ ഉണ്ടാവും. ഈശോയുടെ ജീവിതത്തിൽ ചില രംഗങ്ങളിൽ ഈശോ എത്ര കൃത്യമായിട്ടാണ് കാര്യങ്ങൾക്ക് തീർച്ച ഉണ്ടാക്കുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായത്തിന്റെ 42-43 തിരുവചനങ്ങൾ. പ്രഭാതമായപ്പോൾ അവനൊരു വിജന സ്ഥലത്തേക്ക് പോയി. ജനക്കൂട്ടം അവൻ അന്വേഷിച്ചു ചെന്നു. ഞങ്ങളെ വിട്ടു പോകരുതെന്ന് അവർ അവനെ നിർബന്ധിച്ചു. എന്നാൽ അവൻ പറഞ്ഞു, നോ, മറ്റു പട്ടണങ്ങളിലും ഞാൻ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. നോക്ക്, ഈ കാര്യം നല്ല കാര്യമാണ്. പക്ഷേ ഈശോ പറഞ്ഞു, നോ, എനിക്ക് വേറെ സ്ഥലങ്ങളിൽ പോകാനുണ്ട്. ജനക്കൂട്ടത്തിന് നിർബന്ധത്തിന് ഈശോ വഴങ്ങുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പുറപ്പാടിന്റെ പുസ്തകം 23-ാമത്തെ അധ്യായം 2-ാം തിരുവചനം. ഭൂരിപക്ഷത്തോട് ചേർന്ന് നീ തിന്മ ചെയ്യരുത്. ഒരു മീറ്റിംഗ് നടക്കുന്നു, പള്ളിയിലൊരു പൊതുയോഗം നടക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കാര്യങ്ങൾ നടക്കുന്നു, വചനത്തിന് വിരുദ്ധമായി സഭയ്ക്ക് വിരുദ്ധമായി ഒരുപാട് കാര്യങ്ങൾ നടക്കുമ്പോൾ ജനക്കൂട്ടത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ഒറ്റപ്പെട്ടു പോകുമല്ലോ, എനിക്കിനി ആരും ഉണ്ടാവില്ലല്ലോ, എനിക്കൊരു ആവശ്യം വരുമ്പോൾ ആരും കൂടെ നിൽക്കാൻ ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മയ്ക്ക് കൂട്ടു നിൽക്കരുതെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിച്ചു നോക്ക സഹോദരങ്ങളെ. പുറപ്പാട് 32:1 മോശ മലയിൽ നിന്ന് ഇറങ്ങി വരാൻ താമസിക്കുന്നു എന്ന് കണ്ടപ്പോൾ ജനം അഹറോന്റെ ചുറ്റും കൂടി പറഞ്ഞു, ഞങ്ങളെ നയിക്കാൻ വേഗം ദേവന്മാരെ ഉണ്ടാക്കി തരിക. ഞങ്ങൾ ഈജിപ്തിൽ കൊണ്ടുവന്ന മോശ എന്ന മനുഷ്യൻ എന്ത് സംഭവിച്ചെന്ന് അറിയാൻ പാടില്ല. ഈ ജനക്കൂട്ടത്തിന്റെ നിർബന്ധത്തിന് അഹറോൻ വഴങ്ങിക്കൊടുത്തു. എന്താ ഉണ്ടായെന്നറിയാവോ? അത് പുറപ്പാട് 32-35 ഉണ്ട്. കാളക്കൂട്ടിയെ നിർമ്മിക്കാൻ അവർ അഹരോനെ നിർബന്ധിച്ചതിനാൽ കർത്താവ് അവരുടെ മേൽ മഹാമാരി അയച്ചു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബത്തിലുള്ള എല്ലാവരും ചേർന്ന് 1-ാം പ്രമാണം ലംഘിക്കാൻ, ഈ പ്രശ്നം പരിഹരിക്കാൻ മന്ത്രവാദി അല്ലെങ്കിൽ ഓരോ കാര്യത്തിനൊക്കെ പോകുക എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ പോയി ഒരു സമയം കഴിഞ്ഞാൽ മഹാമാരി അന്ന് വന്ന് ഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചില കല്യാണാലോചനയൊക്കെ വരുന്ന സമയത്ത് വീട്ടുകാരെല്ലാം അത് വേണ്ടെന്ന് പറഞ്ഞു. അത് നല്ലതല്ല, നമുക്ക് സഭയ്ക്ക് ചേരുന്നതല്ല, പ്രാർത്ഥനയ്ക്ക് ചേരുന്നതല്ല, വചനത്തിന് ചേരുന്നതല്ല. പക്ഷെ അത് മതി, ബഹളമാണ്, ബഹളം. എന്നിട്ട് പറയാം, എന്നെ നിർബന്ധിക്കരുത്. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാനൊരു സാക്ഷ്യപ്പെടുന്ന ശ്രദ്ധയിൽപ്പെട്ടത് ഓർക്കാണ്. എല്ലാവരും ഒരു IVF എന്താ ചെയ്യാൻ നിർബന്ധിച്ചു, പക്ഷെ ആ കുടുംബം പിടിച്ചു തന്നു. ദൈവം അനുഗ്രഹിച്ചു. ആ സാക്ഷ്യം ഒന്ന് കേൾക്കാം. എൻ്റെ പേര് ദീപ്തി, ഇതെൻ്റെ ഭർത്താവ് കെവിൻ ജോർജ്. ഞങ്ങൾ കൊച്ചി രൂപതയിൽപ്പെട്ട നസ്രത്ത് തിരുക്കുടുംബ ദേവാലയത്തിൽ നിന്ന് വരുന്നു. ഞങ്ങൾക്ക് വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷമായിട്ടും കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. വിവാഹം കഴിഞ്ഞ് 7 വർഷമായി ഈ ദമ്പതികൾക്ക് മക്കളില്ലാതെ ഇവർ വിഷമിക്കുകയായിരുന്നു. ആദ്യത്തെ 4 വർഷം ഞങ്ങൾ പല ചികിത്സാ രീതികളും തേടിയിരുന്നു. അതിൻ്റെ ഫലമായിട്ട് 4 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പ്രഗ്നൻ്റ് ആയെങ്കിലും അത് അബോർഷനായി പോയി.
പിന്നീടും ഡോക്ടേഴ്സിനെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി സമീപിച്ചപ്പോൾ അവരെല്ലാവരും ഞങ്ങളോട് പറഞ്ഞത് IVF ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത്. ഇനി നിങ്ങൾക്ക് സ്വാഭാവികമായി മക്കളുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു ആർട്ടിഫിഷ്യൽ മാർഗം അവലംബിക്കുകയാണ് നല്ലത്. IVF ചെയ്യണം. അത് നമ്മുടെ കത്തോലിക്ക പ്രബോധനം അനുസരിച്ച് അത് ചെയ്യാൻ പാടില്ല, അത് തെറ്റാണ്. എന്നാൽ മെഡിക്കൽ അവർക്കൊരു സജഷൻ കൊടുത്തു, ഒരു നിർദ്ദേശം കൊടുത്തു. ഞങ്ങൾക്ക് IVF ചെയ്യാൻ വേണ്ടി താല്പര്യം ഉണ്ടായിരുന്നില്ല. അന്നേരം മുതൽ ഞങ്ങൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഷാലോം TV-യിൽ അഭിഷേകാഗ്നി കണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ നാൾ തൊട്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും അഭിഷേകാഗ്നി വചന ശുശ്രൂഷ ഷാലോം ചാനലിൽ അവർ വീട്ടിലിരുന്ന് കാണാൻ തുടങ്ങി. അത് മാത്രമല്ല 2 വർഷം മുന്നേ ഇതുപോലെ ഞങ്ങൾ ലീവിന് വന്നപ്പോഴേക്കും ജൂലൈയിൽ ഇവിടെ വന്ന് അഭിഷേകാഗ്നിയിൽ പങ്കെടുത്തിരുന്നു. അവർ ലീവിന് വന്നപ്പോൾ അട്ടപ്പാടി വന്നില്ലേ? അട്ടപ്പാടി ഇവിടെ വന്നു. അട്ടപ്പാടി നിങ്ങൾ എവിടെ ജോലി ചെയ്യണപ്പോൾ? കുവൈറ്റിൽ. ഇവർ കുവൈറ്റിൽ ജോലി ചെയ്യുന്ന ഫാമിലിയാണ്. അവർ ലീവിന് വന്നപ്പോൾ അട്ടപ്പാടി ഈ സ്ഥലത്ത് നമ്മുടെ സിഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ഒരു വെള്ളിയാഴ്ച ധ്യാനത്തിൽ കൂടി. അതിൻ്റെ ഫലമായിട്ട് വേറെ ചികിത്സകളൊന്നും കൂടാതെ തന്നെ ആ വർഷം തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആവുകയും ആ വർഷം തന്നെ ഇവരുടെ തടസ്സങ്ങളിൽ കർത്താവ് ഇടപെട്ട് തടസ്സം മാറി. പിന്നെ പ്രത്യേകിച്ച് ചികിത്സയൊന്നും ചെയ്തില്ലല്ലോ? ഇല്ല, ഒരു ചികിത്സ ഒരു ഇതുമില്ല. അന്ന് അവർ കുറേ നാളുകൾ വെള്ളിയാഴ്ചകളിൽ ഷാലോം ചാനലിൽ വചനം കേട്ട് പ്രാർത്ഥിച്ചു. ഒരു വെള്ളിയാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ആ നാളുകളിൽ തന്നെ കർത്താവ് അത്ഭുതകരമായി ഇടപെട്ടു. ഇവർക്ക് കർത്താവ് കുഞ്ഞിനെ കൊടുത്തില്ലേ? ഇവർ കല്യാണം 7 വർഷങ്ങൾക്ക് ശേഷം ഈശോ അത്ഭുതം ചെയ്ത് ഒരു കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിച്ചു. ഹാലയിൽ എന്താ അവൻ്റെ പേര്? ജോവാക്കിം. പ്രൈസ് ദ ലോർഡ്. Praise the Lord. ഇതുപോലെ ഒരുപാട് കുടുംബങ്ങളെ കണ്ടിട്ടുണ്ട് സഹോദരങ്ങളെ. ശരിക്കും പറഞ്ഞാൽ IVF അങ്ങനെ സഭ അനുവദിക്കാത്ത കാര്യങ്ങൾ പലരും ഇതിപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു. ബാക്കി ഒരുപാട് പേര് നിർബന്ധിച്ച് ഓരോ കാര്യങ്ങൾ നോക്കിയേ. ഇവരാ വചനം ലംഘിക്കാതെ മറ്റൊരു നിർബന്ധത്തിന് വണങ്ങാതെ പിടിച്ച് ദൈവം അനുഗ്രഹിച്ചില്ലേ? എൻ്റെ സഹോദരൻ, നമ്മൾ ഇതേപോലെ തന്നെ ഓരോ കാര്യം ഇതൊരു കാര്യമല്ല, പല കാര്യങ്ങളിൽ നമ്മൾ ഇന്ന് രാജാവ് വന്നപ്പോൾ വലിയ അനുഗ്രഹം വിചാരിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേ മഹാമാരി വന്നത്. സ്വർണ്ണക്കുട്ടി വന്ന കാളക്കുട്ടി വന്നപ്പോൾ വലിയ അനുഗ്രഹം വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴേ മഹാമാരി വന്നത്. എത്ര കുടുംബങ്ങൾ കണ്ടിട്ടുണ്ട്? വിവാഹത്തിന്റെ കാര്യത്തിൽ പോലും ബഹളം വെച്ച് അതും വെച്ച് ചാടി ഇറങ്ങിപ്പോയി ഒരു സമയം കഴിഞ്ഞിട്ട് പിന്നെ മഹാമാരി വരുമ്പോഴല്ലേ കരച്ചിലും പിടിച്ചിലും. അതേ സമയം തന്നെ ഒരു കാര്യത്തിന് നിർബന്ധ ബുദ്ധി വേണം. എന്തിനാണെന്നറിയാവോ? ലൂക്ക 24:29 അവനെ നിർബന്ധിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞങ്ങളോട് കൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവൻ അവരോട് കൂടെ താമസിക്കാൻ കയറി. നിങ്ങളുടെ പശ്ചാത്തലം അറിയാം. എമ്മാവുസിൽ ശിഷ്യന്മാരാണ്. വീണ്ടും യോഹന്നാൻ 4:40 ആ സമരിയാക്കാർ അവൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞങ്ങളടുത്ത് വസിക്കണമെന്ന് അവരോട് അപേക്ഷിക്കുകയും അവർ 2 ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു. സമരിയാക്കാർ പറഞ്ഞിട്ട് ആളുകൾ ഈശോടെ വന്ന് അപേക്ഷിക്കുന്നു. ഈശോ നിർബന്ധത്തിന് വഴങ്ങി താമസിക്കുന്നു. ദൈവിക കാര്യങ്ങൾ ഒരു നിർബന്ധ ബുദ്ധി വേണം. കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒരു നിർബന്ധ ബുദ്ധി, ഞായറാഴ്ച പള്ളി പോകുന്ന നിർബന്ധ ബുദ്ധി, ആഴ്ചയിൽ ഒന്ന് കുമ്പസാരിക്കുന്ന നിർബന്ധ ബുദ്ധി, വചനം വായിക്കുന്ന നിർബന്ധ ബുദ്ധി. അതിന് നിർബന്ധ ബുദ്ധിയില്ല, ബാക്കി എല്ലാത്തിനും നിർബന്ധം. പ്രൈസ് ദ ലോർഡ്. Praise the Lord. കർത്താവ് വേർതിരിച്ചറിയാൻ നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം എപ്പോഴും കരുണ കാണിക്കുന്ന ദൈവമാണ്. മറക്കുന്നവനാണ്, പൊറുക്കുന്നവനാണ്. കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നവനെ കൈവിടാത്ത കർത്താവ്. ബൈബിളിലും സഭയിലും അനേക വിശുദ്ധാത്മാക്കളുമൊക്കെ കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് വേണ്ടി മാത്രമല്ല, ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവമേ, വചനത്തിന് വിരുദ്ധമായി, സഭയുടെ പ്രബോധനങ്ങൾക്ക് വിരുദ്ധമായി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി, ലോകം മുഴുവനും വേണ്ടി, കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാമയനേ, ക്രൂശിതനേ, കാരുണ്യം തൂകണമേ. നമുക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി അനുദപിച്ച് കരുണാമയനേ, ഒരുപാട് തെറ്റുപറ്റി കർത്താവേ, ക്രൂശിതനേ, മടങ്ങി വരുന്നവരെ അനുഗ്രഹിക്കുന്ന ദൈവം, കാരുണ്യം തൂകണമേ. നഷ്ടപ്പെടുത്തി തിരിച്ചു നൽകുന്ന ദൈവം, കരുണാമയനേ, ക്രൂശിതനേ, കാരുണ്യം തൂകണമേ.
കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.